ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടി ഡിസൈൻസാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ആദ്യത്തെ ഒരു കുഞ്ഞു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഓരോ പെറ്റൽസ് വീതം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. അതിന് ശേഷം താഴത്ത് ഇതേപോലെ രണ്ട് ലൈൻസ് ഒന്ന് രണ്ട് വലിപ്പത്തിൽ വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ രണ്ട് പെറ്റലിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ലൈൻസ് ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. അതിന് ശേഷം ആ സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുള്ള സർക്കിളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അതിന് ശേഷം അതിന് മുകളിലായിട്ട് 4 പെറ്റൽസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ഇത്തിരി ഗ്യാപ്പ് വിട്ട ശേഷം ഒരു ലെയർ പെറ്റൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ കൂടെ പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ 3 ലൈൻസ് വരച്ചെടുത്ത ശേഷം ആദ്യം വരച്ച 4 പെറ്റൽസിനുള്ളിലും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം രണ്ടാമത്തെ ഒരു ലൈനിൻ്റെ ഗ്യാപ്പ് ഒഴിച്ചുവിട്ട ശേഷം ലാസ്റ്റത്തെ 2 ലൈനും ഇതുപോലെ ഒന്നുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ 4 പെറ്റൽസിന് മുകളിലായിട്ടും ഇതുപോലെ ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കുക. ഇനി എല്ലാ ലൈനിൻ്റെയും 2 സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് ഒന്ന് വളഞ്ഞ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ 2 ലൈൻസ് തമ്മിൽ ഇതുപോലൊന്ന് പെറ്റൽസാക്കി വരച്ചെടുക്കുക. സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് പെറ്റലിന് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പെറ്റൽ കിട്ടും കേട്ടോ. ഇനി ഈ വരച്ചെടുത്ത പെറ്റൽസിനുള്ളിൽ ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പെറ്റൽസും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഞാനിങ്ങനെ കൂട്ടി എഴുതി കൊടുക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ എൻഡിനും ഇതുപോലെ താഴോട്ടൊന്ന് വരച്ച് കൊടുത്ത് പെറ്റൽസാക്കി എടുക്കുക. അതിന് ശേഷം ഈ പെറ്റൽസിന് മുകളിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഒന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം ഈ പെറ്റൽസിന് ഇത്തിരി മുകളിലായിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഞാനിങ്ങനെ കൂട്ടി വരച്ചു കൊടുക്കുക. അതിന് ശേഷം എല്ലാ പെറ്റൽസിനും ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഇനി ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ബാക്കി വരുന്ന സ്പേസിൽ കൂടെ നേരത്തെ കൊടുത്ത പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരച്ചെടുക്കുക. അതിനുശേഷം താഴെ വരച്ച പെറ്റൽസ് എല്ലാം ഔട്ട്ലൈൻ കട്ടി കൂട്ടി വരച്ച് കൊടുത്ത ശേഷം മുകളിൽ വരച്ച പെറ്റൽസും ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പെറ്റൽസിനുള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. താഴോട്ടായിട്ട് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഒരു പെറ്റൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പെറ്റൽസിൻ്റെ ഉള്ളിലെ ലൈൻസ് എല്ലാം ഇതുപോലെ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് 2 സൈഡിലോട്ടും ഓരോ ലീവ്സ് വീതം വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ലീവ്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ 2 ലീവ്സിനും സെൻറ്ററിലായിട്ട് ഒരു വലിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ.
അപ്പോൾ അടുത്തൊരു ഡിസൈന് ഒരു ബട്ടർഫ്ലൈ ആണ് വരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇത്തിരി കട്ടി മുകൾ ഭാഗത്ത് കൂട്ടി താഴ്ഭാഗത്തേക്കൊന്ന് ലൈറ്റായിട്ട് വരുന്ന ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് വലിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് അതിൻ്റെ ചിറക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്തൊരു ചിറക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വരച്ചെടുത്ത ചിറകിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ചിറകിനുള്ളിലായിട്ട് ഇതുപോലൊന്ന് 2 ഷേപ്പ് വരച്ചെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചെടുക്കട്ടെ. ഇനി ഈ വരച്ചെടുത്ത ബട്ടർഫ്ലൈൻ്റെ ചിറകൊന്ന് ഔട്ട്ലൈൻ കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ചിറകിനുള്ളിലായിട്ട് നേരത്തെ വരച്ചെടുത്ത ഷേപ്പിൻ്റെ ഔട്ട്ലൈനും ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. ഇങ്ങനെ 2 ഔട്ട്ലൈനും കട്ടി കൂട്ടി വരച്ചെടുത്ത ശേഷം ഈ ചിറകിനുള്ളിലെ 2 ഷേപ്പുകൾ മാത്രം നിർത്തിയിട്ട് ബാക്കി വരുന്ന സ്പേസിലെല്ലാം ഫുള്ളായി ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ 2 ഷേപ്പിനുള്ളിലും ഓരോ ലൈൻസ് വീതം വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ബട്ടർഫ്ലൈൻ്റെ താഴെ വരച്ചു കൊടുത്തിട്ടുള്ള ചിറകും ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ കൊടുത്ത വലിയ ഡോട്ടിന് മുകളിലായിട്ട് 2 ലൈൻസ് ഒന്ന് 2 വലുപ്പത്തിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് അതിന് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് 2 സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഓരോ പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഇനി സ്പൈറലിന് മുകളിലായിട്ടും ഒരു പെറ്റൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പെറ്റലിനുള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 3 പെറ്റൽസും ഒന്ന് കംപ്ലീറ്റായി ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് അടുത്തൊരു പെറ്റൽ വരച്ചെടുക്കുക. ഇങ്ങനെ ഈ ഫ്ലവറിന് ചുറ്റിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ പെറ്റൽസിനുള്ളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് പെറ്റൽസും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.